നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വന്നിട്ട് കോടീശ്വരന്മാരുടെ ജാതകത്തിൽ കാണുന്ന രക്തയോഗങ്ങളെ കുറിച്ചാണ്. ചില ചെറുപ്പം തന്നെ കോടികൾ സമ്പാദിക്കുന്നവരുണ്ടല്ലേ. എന്നാൽ ചിലർക്ക് എത്ര ശ്രമിച്ചാലും സാമ്പത്തികമായി മുന്നേറാൻ കഴിയാത്തവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്തുകൊണ്ട് മുന്നേറാൻ പറ്റുന്നില്ല? ചിലർക്ക് ചെറുപ്പം മുതൽ തന്നെ രാജയോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഓരോ വ്യക്തിയുടെ ജാതകത്തിന് സമ്പത്ത്, ഭാഗ്യം, തൊഴിൽ, നിക്ഷേപം, ബിസിനസ്, വളർച്ച എന്നിവയൊക്കെ സ്വാധീനിക്കുന്ന ചില ഗ്രഹയോഗങ്ങളൊക്കെ ഉണ്ടെന്നാണ്. എന്നാൽ പലരും അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നവരുമുണ്ട്. രക്തങ്ങൾ ഭാഗ്യം സൃഷ്ടിക്കുന്നവയെന്നല്ല, എന്നാൽ ജാതകന് ഇതിനകം തന്നെ ശക്തമായ ധനയോഗങ്ങൾ സജീവമാക്കാൻ സഹായിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് അവയെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ പല പ്രമുഖ വ്യവസായികളും രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും ഒക്കെ വ്യക്തിഗത ജാതക വിശകലനത്തിന് ശേഷം പ്രത്യേകം രക്തങ്ങൾ ധരിക്കുന്നത് കാണാം. ജ്യോതിഷത്തിൽ ധനകാര്യവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഗ്രഹങ്ങൾ ഗുരു, ശുക്രൻ, ബുധൻ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയൊക്കെയാണ്. അതിൽ ഗുരു അല്ലെങ്കിൽ വ്യാഴം. ഗുരു സമ്പത്ത്, വികസനം, ഭാഗ്യം, നിക്ഷേപലാഭം, ജ്ഞാനം എന്നിവയുടെയൊക്കെ കാരണക്കാരനാണ്. ജാതകന് ശക്തമായി ഗുരു ഉള്ളവർക്ക് ജീവിതത്തിൽ സാമ്പത്തിക വളർച്ച നേടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ചിലർക്ക് മഞ്ഞപ്പുഷ്യരാഗം ശുപാർശ ചെയ്യാറുണ്ട്. എന്നാൽ അത് എല്ലാവർക്കും അനുയോജ്യവുമല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഗുരുവിനെ ബലപ്പെടുത്തുന്നതിനാൽ ഭാഗ്യം, സമ്പത്ത്, സൂക്ഷ്മജ്ഞാനം എന്നിവ ഉന്നതതരത്തിൽ ലഭിക്കുമെന്നാണ് ഈ രത്നധാരണത്തിലൂടെ ലഭിക്കുന്നത്. അടുത്തത് ശുക്രൻ. ആഡംബരം, പണം, വാഹനം, സ്വത്ത്, ബിസിനസ്സിൽ ലാഭം എന്നിവയൊക്കെയാണ് ഈ ഗ്രഹം നൽകുന്നത്. നിരവധി സമ്പന്നന്മാരുടെ ജാതകങ്ങളിൽ ശക്തമായ ശുക്ര സ്വാധീനം കാണാറുണ്ട്. ശുക്രന് അനുകൂലമായാൽ വജ്രം അല്ലെങ്കിൽ വൈറ്റ് സഫർ പോലുള്ള രത്നങ്ങൾ ചിലപ്പോൾ നിർദ്ദേശിക്കപ്പെടാം. ശുക്രനെ ബലപ്പെടുത്തുന്നതിലൂടെ ലാഭകരമായ ബന്ധങ്ങൾ വരികയും അതിലൂടെ നിങ്ങൾക്ക് സമ്പന്നതയിലേക്ക് വഴി തെളിയുകയും ചെയ്യുന്നു. എല്ലാവിധ നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് ബുധൻ. വ്യാപാരം, കച്ചവടം, ആശയവിനിമയം, മാർക്കറ്റിംഗ്, സാങ്കേതികവിദ്യ എന്നിവയുടെയൊക്കെ ഗ്രഹമാണ് ബുധൻ. വിജയകരമായ ബിസിനസ്സുകാരുടെയും സ്റ്റാർട്ടപ്പുകാരുടെയും അതുപോലെ സംരംഭകരുടെയൊക്കെ ജാതകത്തിൽ ശക്തമായി ബുധനെ കാണുന്നത് സാധാരണയാണ്. ബുധന്റെ ബലക്കുറവിന് മരതകം ധരിക്കുന്നതിലൂടെ ഗുണകരമായ ആശയവിനിമയം നടത്തുവാൻ സാധിക്കുന്നു. ശരിയായ ആശയവിനിമയം ഏതൊരു വ്യാപാരത്തിന്റെയും അടിസ്ഥാനമാണല്ലോ. അതുകൊണ്ട് പലവിധത്തിലുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് സൂര്യൻ. നേതൃത്വം, അധികാരം, ഉയർന്ന പദവി, പ്രസക്തി എന്നിവയ്ക്ക് സൂര്യൻ കാരണമാകുന്നു. വലിയ സ്ഥാപനങ്ങൾ നയിക്കുന്നവരുടെ ജാതകത്തിൽ സൂര്യൻ എപ്പോഴും പ്രധാന പങ്ക് വഹിക്കുന്നതായിരിക്കും. സമ്പന്നരുടെ പ്രധാന ഗുണവിശേഷം തന്നെയായിരിക്കും നേതൃത്വമാണല്ലോ. ഈ ഗുണത്തിന്റെ അഭാവം തുടർച്ചയായി വിജയങ്ങളെ തടയുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയുള്ളവരെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാനും സഹായിക്കുവാനും ഗുണമാണ് മാണിക്യം ധരിക്കുന്നതിലൂടെ സൂര്യനെ ശക്തിപ്പെടുത്തി ഈ ഗുണങ്ങളൊക്കെ സ്വായത്തമാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അടുത്തത് ചന്ദ്രൻ. മനഃശക്തി, വികാരങ്ങളെ നിയന്ത്രിക്കാൻ തീരുമാനങ്ങൾ എടുക്കുക, ഭാഗ്യം, മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ മറ്റുള്ളവരിലൂടെ സ്വാധീന ശക്തി തുടങ്ങിയ ചന്ദ്രന്റെ സ്വാധീന മേഖലകളാണ്. വലിയ സ്ഥാപക മേധാവികൾ ഒരിക്കലും അപ്പോഴത്തെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാറില്ല. ചന്ദ്രകാന്തം അല്ലെങ്കിൽ മുത്ത് ധരിക്കുന്നതിലൂടെ ചന്ദ്രനെ ബലപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നു. ചന്ദ്രന് ജ്യോതിഷത്തിൽ ശത്രുക്കൾ ഇല്ലെന്നുകൊണ്ടാണ് ചന്ദ്രന്റെ ബലക്കുറവ് എല്ലാവർക്കും ഈ രക്തം ധരിക്കാവുന്നതും ആണ്. കോടീശ്വരന്മാരുടെ ജാതകത്തിൽ കാണുന്ന ചില രത്നയോഗങ്ങൾ നമുക്ക് നോക്കാം. ധനയോഗ ഗ്രഹങ്ങളുടെ ശക്തി. 1-ാം ഭാവം, 2-ാം ഭാവം, 5-ാം ഭാവം, 9-ാം ഭാവം, 11-ാം ഭാവം എന്നിവയുടെ അധിപൻ ശക്തരാകുമ്പോൾ ഇവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. ഇത്തരം യോഗങ്ങൾ ഉള്ളവരിൽ അനുയോജ്യമായ ഗ്രഹങ്ങളുടെ രത്നങ്ങൾ ധരിക്കുന്നത് ഇവർക്ക് ഫലപ്രദമാകുമെന്ന് ജ്യോതിഷർ അഭിപ്രായപ്പെടുന്നു. ഗ്രഹയോഗങ്ങൾ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങൾ, 2 അതിലധികമോ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ നിന്ന് തരുന്ന ഗുണഫലങ്ങളെ യോഗങ്ങൾ എന്ന് പറയുന്നു. ആ ഗ്രഹങ്ങൾ ഒരാൾക്ക് ബലക്കുറവുണ്ടായാൽ യോഗഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കാതെ പോകാനും സാധ്യതയുണ്ട്.
അവിടെയാണ് ആ ഗ്രഹത്തെ ബലപ്പെടുത്തേണ്ട ആവശ്യം. അതിലൂടെ പൂർണ്ണ ഫലം ലഭിക്കുകയും ചെയ്യുന്നു. ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, ഫൈനാൻസ് തുടങ്ങിയ മേഖലകൾ ഇത് വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. രാജയോഗങ്ങളും രത്നങ്ങളും. രാജയോഗമുള്ളവർക്ക് അധികാരം, പ്രശസ്തി, സാമ്പത്തിക സ്ഥിരത എന്നിവ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ശരിയായ സമയത്ത് ശരിയായ ധനശക്തി വർദ്ധിപ്പിച്ചാൽ മാത്രമേ ആ യോഗങ്ങളുടെ മുഴുവൻ ഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യുള്ളൂ. മഹാദശയും രക്തധാരണവും. പലരും ഒരു രക്തം ധരിച്ചതിന് ശേഷം ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടാറുള്ളതായി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിന് കാരണം പലപ്പോഴും ആ സമയത്ത് നടക്കുന്ന ഗ്രഹദശയായിരിക്കാം. ജാതകന് അനുകൂലമായ ഗ്രഹത്തിൻ്റെയോ മഹാദശയോ അന്തർദശയോ നടക്കുന്ന സമയത്താണ് അതിനെ രക്തം ധരിക്കുന്നത് കൂടുതൽ ഫലപ്രദമാകുന്നത്. എല്ലാവരും കോടീശ്വരന്മാരാവണമെന്നില്ല. എന്നാൽ ഓരോ ജാതകനും സാമ്പത്തിക വളർച്ചയ്ക്കുള്ള പ്രത്യേക സാധ്യത ഒളിഞ്ഞിരിക്കുന്നു. ചിലർക്ക് ബിസിനസ്സിലൂടെയായിരിക്കും, ചിലർക്ക് ജോലിയിലൂടെയായിരിക്കും, ചിലർക്ക് വിദേശ യോഗങ്ങളിലൂടെയായിരിക്കും, ചിലർക്ക് നിക്ഷേപങ്ങളിലൂടെയൊക്കെ ധനലാഭം ലഭിക്കാം. പ്രധാന കാര്യം നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഗ്രഹമാണ് സമ്പത്തിന്റെ വാതിൽ തുറക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സമ്പത്ത് നൽകുന്നത് ഒരു രത്നമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രഹശക്തികളും ജീവിതത്തിലെ പരിശ്രമവുമാണ്. എന്നാൽ ശരിയായ ജാതക വിശകലനത്തോടെ നിങ്ങൾക്ക് ഏത് രത്നം തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും സകലവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായി എല്ലാവിധ രാജയോഗങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എല്ലാവർക്കും വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.